നെക്സ്റ്റ് പാർട്സ് ആൻഡ് ദ ഫങ്ഷൻസ് ഓഫ് ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമറിന്റെ പാർട്സും അതിന്റെ ഫങ്ഷൻസും ആണ് നമുക്ക് നോക്കാനുള്ളത്. സോ നോക്കൂ, ഇതൊരു ട്രാൻസ്ഫോമർ ആണ്. അതിൽ ഓരോന്നും കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഫില്ലിംഗ് ഹോൾ വിത്ത് ദ ക്യാപ്പ്, ദാറ്റ് ഈസ് ഫില്ലിംഗ് ഹോൾ ആണ് ഓയിൽ ഫില്ല് ചെയ്യുന്ന ഇതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതുവഴിയാണ് നമ്മൾ ത്രൂ ദിസ് വി ആർ ഫില്ലിംഗ് ദ ഓയിൽ. ദെൻ ട്രാൻസ്ഫോമർ കൺസർവേറ്ററിന്റെ മുകളിൽ നമ്മൾ കാണുന്ന ഒരു സാധനമുണ്ട്, എക്സ്പ്ലോഷൻ വെന്റ് വിത്ത് ഡയഫ്രം. അതായത് ഇതിൻ്റെ അകത്ത് ഒരുപാട് പ്രഷർ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ എക്സ്പ്ലോഷൻ വെന്റിൽ ഈ ഡയഫ്രം ബ്രേക്ക് ആയിട്ട് ഇതുവഴിക്ക് എന്ത് ചെയ്യണം? ഓയിലായിരുന്നാലും ഗ്യാസ് ആയിരുന്നാലും റിമൂവ് ചെയ്യണം. ഓക്കെ, ഓട്ടോമാറ്റിക്കലി അത് പൊട്ടിപ്പോണം. അതാണ് എക്സ്പ്ലോഷൻ വെന്റിന്റെ കാര്യം. ദെൻ ദിസ് ഈസ് കൺസർവേറ്റർ ടാങ്ക്. ഈ കാണുന്നതാണത് കൺസർവേറ്റർ ടാങ്ക്. So this one is conservator tank. Then this is oil gauge. ഇത് ഏതാ? കൺസർവേറ്റർ ടാങ്കിലെ ഓയിൽ ഗേജ് ആണ്. അപ്പോൾ കൺസർവേറ്റർ ടാങ്കിലെ എപ്പോഴും എന്തായിരിക്കും? മെയിൻ ടാങ്കിൽ നിന്ന് കണക്ട് ചെയ്താൽ കൺസർവേറ്റർ ടാങ്ക് വരുന്നത്. അപ്പോൾ കൺസർവേറ്റർ ടാങ്കിൽ ഓയിൽ ഉണ്ടെങ്കിൽ ഷുവർ ആയിട്ട് എന്തുണ്ടാവും? മെയിൻ ടാങ്കിൽ ഓയിൽ ഫിൽഡ് ആയിരിക്കും കേട്ടോ. ദെൻ നെക്സ്റ്റ് സിലിക്ക ജെൽ ബ്രീത്തർ. ബ്രീത്തർ കണക്ട് ചെയ്തിരിക്കുന്ന ഏതുമായിട്ടാണ്? കൺസർവേറ്ററുമായിട്ടാണ്. എപ്പോഴും ഓർത്തോളം, ബ്രീത്തർ ഈസ് ഓൾവേസ് കണക്റ്റഡ് വിത്ത് ദ കൺസർവേറ്റർ ടാങ്ക്. ദെൻ സ്റ്റീൽ ടാങ്ക്, മെയിൻ ടാങ്ക്. പിന്നെ കാണുന്നതാണ് നമ്മുടെ മെയിൻ ടാങ്ക് ആണ് അടുത്ത് വരുന്നത്, മെയിൻ ടാങ്ക്. ദെൻ ബുഷിങ്സ്. ഇവിടെ നമുക്ക് ബുഷിങ്സ് വരുന്നുണ്ട്. അതായത് നമുക്ക് സർക്യൂട്ട് കോണ്ടാക്ട്സ് ഒക്കെ പുറത്തെടുക്കാനായിട്ട്. കാരണം ഈ ബോഡി ഇൻസുലേറ്റഡ് ആണ്, ഇൻസുലേറ്റഡ് ബോഡിയാണ്. സോ അതിന്റെ പുറത്ത് ഇതൊന്നും വരാൻ പാടില്ല. സോ ഇൻസുലേറ്റഡ് ബുഷിങ്സ് നമ്മൾ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പോർസിലിൻ LV ബുഷിങ്സ്. ദെൻ കേബിൾ ബോക്സ്. ദെൻ നെയിം പ്ലേറ്റ് ഡീറ്റെയിൽസ്, കേബിൾ എൻട്രി ഗ്രാൻഡ്സ്, അതൊക്കെ നമുക്ക് മെയിൻ ആയിട്ടുള്ള സാധനം എന്താ? കൂളിംഗ് ട്യൂബ്സ്, എർത്ത് ലെഗ്സ്. ഓക്കെ, ഇതിൽ ഇമ്പോർട്ടൻ്റ് ഇതാണ് കൺസർവേറ്റർ. നെക്സ്റ്റ് ദിസ് വൺ, സിലിക്ക ജെൽ ബ്രീത്തർ, കൂളിംഗ് ട്യൂബ്സ്, മെയിൻ ടാങ്ക്, ഡയഫ്രം. ഡയഫ്രം മീൻസ് ദിസ് എക്സ്പ്ലോഷൻ വെന്റ്. ദെൻ ഇതിനിടയ്ക്ക് ഒരു സാധനമുണ്ട്, ബുക്കോൾസ് റിലേ. ബുക്കോൾസ് റിലേ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം, ബുക്കോൾസ് റിലേ. ദെൻ ടെമ്പറേച്ചർ ഗേജ്. ടെമ്പറേച്ചർ ഗേജ് എന്ന് പറഞ്ഞാൽ പിന്നെ കോറിന്റെയും വൈൻഡിങ്ങിന്റെയും ടെമ്പറേച്ചർ അറിയാൻ വേണ്ടി, കോറിന്റെയും ഓയിലിന്റെയും വൈൻഡിങ്ങിന്റെയും ടെമ്പറേച്ചർ, ഓയിൽ ടെമ്പറേച്ചറും വൈൻഡിങ് ടെമ്പറേച്ചർ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓയിൽ ടെമ്പറേച്ചർ ആൻഡ് വൈൻഡിങ് ടെമ്പറേച്ചർ അറിയാൻ വേണ്ടിയിട്ടാണ് ടെമ്പറേച്ചർ ഗേജ് യൂസ് ചെയ്യുന്നത്. സോ നോക്കാം. സ്റ്റീൽ ടാങ്ക് എന്താണ്? ഇറ്റ് ഇസ് ഫാബ്രിക്കേറ്റഡ് MS മൈൽഡ് സ്റ്റീൽ പ്ലേറ്റ് ടാങ്ക് യൂസ്ഡ് ഫോർ ഹൗസിംഗ് ദ കോർ. അപ്പോൾ ഈ മെയിൻ ടാങ്കിനകത്താണ് എന്ത് ചെയ്യുന്നത്? കോർ ഇരിക്കുന്നത്. windings and for mounting various accessories required for the operation of a transformer. നമ്മുടെ ബൈക്കിന്റെ കേസ് ഒക്കെ പറയുമ്പോൾ നമ്മൾ സാഷെ പറയത്തില്ലേ? സാഷെ പറയുന്ന പോലെയാണ്, നമ്മൾ ചേസിസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ സാഷി പറയുന്ന പോലെയാണ് എന്ത്? സാഷി പോലെയാണ് എന്ത്? സ്റ്റീൽ ടാങ്കിലാണ് നമ്മൾ ഓയിൽ ഇമ്മേഴ്സ് ചെയ്തിട്ട് അതിൽ വൈൻഡിങ്സ് വയ്ക്കുന്നത്, പുറത്ത് എല്ലാ മൗണ്ടിങ്സും അറ്റാച്ച് ചെയ്യുന്നത്. സോ സ്റ്റീൽ ടാങ്ക് ഈസ് ദ മെയിൻ പാർട്ട്. Core is built from cold rolled grain oriented silicon steel lamination. ഓൾറെഡി നമ്മൾ കോർ എങ്ങനെയാണ് ബിൽഡ് ചെയ്യുന്നത്? സിലിക്കൺ സ്റ്റീൽ ലാമിനേഷൻ ആണ് ചെയ്യുന്നത്. The LV winding is normally close to the core and HV winding is kept around the LV winding. അത് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തതാണ്. ഏതിലെ ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോമറിൽ സാൻഡ്വിച്ച്ഡ് കണക്ഷൻ നമ്മൾ പറഞ്ഞു. LV വൈൻഡിങ് എന്തുകൊണ്ട് കോറിനടുത്ത് കണക്ട് ചെയ്യുന്നു, HV വൈൻഡിങ് എന്തുകൊണ്ട് കോറിന് എവേ ആയിട്ട് കണക്ട് ചെയ്യുന്നു എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു കേട്ടോ. Then conservator tank, it is the shape of a drum mounted on the top of the transformer. An oil level indicator is fitted with the conservator tank. Conservator is connected to the transformer tank through a pipe. കാരണം നമ്മൾ ഓയിൽ ഫില്ല് ചെയ്യുന്ന ഏത് വഴിക്കാണ്? കൺസർവേറ്റർ വഴിക്കാണ് ഫില്ല് ചെയ്യുന്നത് കേട്ടോ. കൺസർവേറ്ററിൽ എപ്പോഴും ഒരു ഹാഫ് ടാങ്ക് ഓയിൽ ഉണ്ടാവണം. കാരണം ഓയിൽ ട്രാൻസ്ഫോർ മെയിൻ ടാങ്ക് ഹീറ്റ് ആയാൽ എന്ത് ചെയ്യും? മെയിൻ ടാങ്കിൽ കോർ വൈൻഡിങ്ങിൽ ഹീറ്റ് കാരണം ഓയിൽ എക്സ്പാൻഡ് ആവും. സോ എക്സ്പാൻഡ് ആവുന്ന ഓയിൽ എന്ത് ചെയ്യും? ട്രാൻസ്ഫോമറിലേക്ക് കൺസർവേറ്ററിലേക്ക് മൂവ് ചെയ്യും. പിന്നെ കൂൾ ഡൗൺ ആകുമ്പോൾ എന്ത് ചെയ്യും? ലോഡ് കുറയുമ്പോൾ കൂൾ ഡൗൺ ആകുമ്പോൾ ആ ഓയിൽ എന്ത് ചെയ്യും? തിരിച്ച് മെയിൻ ടാങ്കിലേക്ക് മൂവ് ചെയ്യും. ഓക്കെ, when the transformer is heated up due to normal load operation, the oil expands and the level of oil in conservator tank increases or vice versa. അപ്പോൾ കോർ കൂൾ ഡൗൺ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഓയിൽ തിരിച്ച് കൺസർവേറ്ററിൽ നിന്ന് മെയിൻ ടാങ്കിലേക്ക് മൂവ് ചെയ്യും.
A pipe is connected to the top of the conservator tank, allows the internal air to go out or get in through the breather. അപ്പോൾ ബ്രീത്തറിൽ കൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഈ എയർ ഇതിൽ ഫോം ചെയ്യുന്ന ഗ്യാസ് ആയിരുന്നാൽ എയർ ആയിരുന്നു പുറത്തേക്ക് പോവുകയും അകത്തേക്ക് വരികയും ചെയ്യുന്നത്. അപ്പോൾ ട്രാൻസ്ഫോമർ ബ്രീത്ത് ചെയ്യും ഏതിൽ കൂടെ, ബ്രീത്തറിൽ കൂടെ കേട്ടോ. ഇറ്റ് റെഡ്യൂസസ് ദ ഓക്സിഡേഷൻ ഓഫ് ഓയിൽ വെൻ ഇറ്റ് ഗെറ്റ്സ് കോണ്ടാക്ട് ദ എയർ. Then temperature gauge important ആയിട്ടുണ്ട്. It is fitted with the transformer which indicates the temperature of the transformer oil. Transformer oil temperature indicate ചെയ്യുന്ന temperature gauge കൊടുത്തിട്ടുള്ളത്. Next parts and then cooling tubes. Next very important. When connected to the supply, the iron loss and copper loss of the transformer is increased. Okay. When the transformer is put on load, the heat generated inside the transformer should be radiated from to the atmosphere. ഓക്കെ, ഇപ്പോൾ കൂളിംഗ് ട്യൂബ്സിനായിട്ട് നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ അല്ലേ, എങ്ങനെയാണത് മൂവ് ചെയ്യുന്നതെന്ന്. ഓക്കെ, അതുകൊണ്ട് ഞാനിതൊന്ന് ജസ്റ്റ് സ്കിപ്പ് ചെയ്യുകയാണ്. നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു കൂളിംഗ് ട്യൂബ്സിൻ്റെത് എന്താണ് ഇമ്പോർട്ടൻസ്, അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ള കാര്യം. ദെൻ ടാപ്പ് ചേഞ്ചർ. ടാപ്പ് ചേഞ്ചർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ടാപ്പ് ചേഞ്ചറിന്റെ യൂസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് വോൾട്ടേജ് ലെവൽ കീപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ് ടാപ്പ് ചേഞ്ചർ. When voltages are transmitted over long distance, there will be a voltage drop in the conductor, resulting in lower voltage at receiving end. അപ്പോൾ receiving end എന്തെങ്കിലും സ്വാഭാവികമായിട്ടും വോൾട്ടേജ് എടുപ്പ് ഉണ്ടാവും. To compensate the line voltage drop in the conductor, it is customary to increase the sending end voltage by tap changing transformer. അപ്പോൾ sending end voltage എന്തെയും ഇൻക്രീസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. By using the tap changer use ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യും. These transformers may have several winding taps in their primary winding. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ടാപ്പ് ചേഞ്ചർ എവിടെയാണ് കണക്ട് ചെയ്യുന്നത്? പ്രൈമറി വൈൻഡിങ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ടാപ്പ് ചേഞ്ചർ is connected with primary. So there are two methods of tap changing. അത് നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഓൺ ലോഡ് ടാപ്പ് ചേഞ്ചറും ഓഫ് ലോഡ് ടാപ്പ് ചേഞ്ചറും. ഓൺ ലോഡ് ടാപ്പ് ചേഞ്ചർ, ഓഫ് ലോഡ് ടാപ്പ് ചേഞ്ചറും പേര് പറയുന്ന പോലെ തന്നെ ലോഡ് കണ്ടീഷനിൽ യൂസ് ചെയ്യുന്നതിന് ഓൺ ലോഡും, ലോഡ് കണ്ടീഷൻ അല്ലാത്ത സമയത്ത് ഓഫ് ലോഡ് കണ്ടീഷനുമാണ് നമുക്ക് പറയാം. മാനുവലി ചാർജ് ചെയ്യുന്നതാണിത്. ഓഫ് ലോഡ് ജനറലി നമ്മൾ മാനുവലി ആണ് ചെയ്യുന്നത്. ഓക്കെ, ദിസ് മെത്തേഡ് ലോഡ് സ്വിച്ച് ഹാസ് ടു ബി ഓപ്പൺ ബിഫോർ ദി ടാപ്പ് ചേഞ്ച്. ലോഡ് സ്വിച്ച് എന്ത് ചെയ്യും? ഓഫ് ചെയ്യില്ല, ട്രാൻസ്ഫോമർ ഓഫ് ചെയ്യല്ല ചെയ്യുക. ലോഡ് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് എന്ത് ചെയ്യും? അതായത് നമ്മൾ ഔട്ട്പുട്ട് കണക്ട് ചെയ്യുന്ന ഓഫ് ചെയ്തിട്ട് ഇത് ടാപ്പ് ചേഞ്ച് ചെയ്തതിനു ശേഷം ലോഡ് കണക്ട് ചെയ്യും. ഓക്കെ, ട്രാൻസ്ഫോമറിലേക്കുള്ള സപ്ലൈ ഒരിക്കലും കട്ട് ചെയ്യില്ല. ട്രാൻസ്ഫോമറിൽ നിന്ന് ഔട്ട് പോകുന്ന ലോഡാണ് നമ്മൾ കൺട്രോൾ ചെയ്തിട്ടാണ് ഓഫ് ലോഡ് ടാപ്പ് ചേഞ്ചർ വർക്ക് ചെയ്യുന്നത്. ലോഡ് ഓഫ് ആക്കുക, എന്നിട്ട് ടാപ്പ് ചേഞ്ച് ചെയ്യുക, ദെൻ ലോഡ് കണക്ട് ചെയ്യുക. ദെൻ ഓൺ ലോഡ് ടാപ്പ് ചേഞ്ചർ അങ്ങനെയല്ല. എന്താണ്? ലോഡ് ഇട്ടുകൊണ്ട് എന്ത് ചെയ്യും? അത് ടാപ്പ് ചേഞ്ചിങ് നടക്കും. മിക്കവാറും ടാപ്പ് ചേഞ്ചർ എന്താണ്? ഇത് ഓട്ടോമാറ്റിക് ടാപ്പ് ചേഞ്ചേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത് ഇവിടെ യൂസ് ചെയ്യുന്നത്. കാരണം അതൊരു സ്പീഡ് ഓഫ് ഓപ്പറേഷൻ, ഒരു കോൺസ്റ്റന്റ് സ്പീഡ് ഓഫ് ഓപ്പറേഷൻ ഉണ്ടാവണം. സോ ദാറ്റ് ഓൺ ലോഡ് ടാപ്പ് ചേഞ്ചേഴ്സ് ആർ മോസ്റ്റ്ലി ഓട്ടോമാറ്റിക് ആണ് ചെയ്യുക. മോട്ടറൈസ്ഡ്, ഓട്ടോമാറ്റിക് മീൻസ് മോട്ടറൈസ്ഡ് ആണ് ചെയ്യുക കേട്ടോ. OLTC, വലിയ വലിയ സബ്സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് OLTC കാണാൻ പറ്റും. ഓൺ ലോഡ് ടാപ്പ് ചേഞ്ചർ, ഓൺ ലോഡ് ടാപ്പ് ചേഞ്ചർ. ഓക്കെ, സോ അത് നമുക്ക് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. സോ നെക്സ്റ്റ് ബുഷിങ്ങിന്റെ കേസ് ഞാൻ പറഞ്ഞു. പോർസലിൻ യൂസ് ചെയ്യുന്നുണ്ട്. പോർസലിൻ നമുക്ക് കോണ്ടാക്ട്സ് ഒക്കെ പുറത്തേക്ക് എടുക്കാനാണ്. ടെർമിനൽ കോണ്ടാക്ട്സ് ഒക്കെ നമുക്ക് പുറത്തേക്ക് എടുത്ത് കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ബുഷിങ്സ് യൂസ് ചെയ്യും. എന്നാലേ നമുക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള ഇൻസുലേഷൻ നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, സോ ഈ ബുഷിങ്സ് വരെ എന്ത് ഫിൽഡ് ആണ്? നമുക്ക് ഓയിൽ ഫിൽഡ് ആണ്. ഓയിൽ ഫില്ല് ചെയ്തിട്ടുണ്ട് നല്ല രീതിക്ക്. സോ മെയിൻ ആയിട്ട് വരുന്ന സാധനമാണ് എന്ത്? പ്രൊട്ടക്റ്റീവ് ഡിവൈസസ്. ഇത് നമ്മൾ സിലബസിൽ സ്പെസിഫൈ ആയിട്ടാണ് എന്ത്? പ്രൊട്ടക്റ്റീവ് ഡിവൈസസ്. സോ പ്രൊട്ടക്റ്റീവ് ഡിവൈസസിൽ ഫസ്റ്റ് വൺ ബ്രീത്തർ. ഓക്കെ, ബ്രീത്തർ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോമർ ബ്രീത്ത് ഇന്നും ബ്രീത്ത് ഔട്ടും ചെയ്യും. ട്രാൻസ്ഫോമർ ശ്വസിക്കും. സിമ്പിളി പറഞ്ഞു കഴിഞ്ഞാൽ അത് ശ്വസനം നടക്കും. ട്രാൻസ്ഫോമറിൽ ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട് പ്രോസസ്സ് നടക്കും. എപ്പോഴാണ് ബ്രീത്ത് ഇൻ നടക്കുന്നത്? ബ്രീത്ത് ഇൻ നടക്കുന്നത് ട്രാൻസ്ഫോമർ ഓയിൽ കൂൾ ഡൗൺ ചെയ്യുമ്പോൾ, അല്ലെ കോർ അല്ലെങ്കിൽ വൈൻഡിങ് കൂൾ ഡൗൺ ചെയ്യുന്ന സമയത്ത് ഓയിലിന്റെ വോളിയം കുറയും.
അതാണ് ബ്രീത്ത് ഇൻ. ആ സമയത്ത് ബ്രീത്ത് ഇൻ നടക്കും. ഇനി ട്രാൻസ്ഫോമർ ഹീറ്റ് ആവുമ്പോൾ, ഓക്കെ, ഹീറ്റഡ് കണ്ടീഷനിലാണെങ്കിൽ ബ്രീത്ത് ഔട്ട്, കാരണം കൂടുതൽ എയർ ഫോം ചെയ്യും, എന്ത് ചെയ്യും, ഗ്യാസ് ഫോം ചെയ്യും, അത് പുറത്തേക്ക് ഔട്ട് ചെയ്യും. ഓക്കെ, സോ ട്രാൻസ്ഫോമർ ഓയിൽ ഡിറ്റീറിയേഷൻ ടേക്സ് പ്ലേസ് ഡ്യൂ ടു മോയ്സ്ചർ. അപ്പോൾ ഈ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ, ബ്രീത്ത് ഇൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ എയറിൽ, അറ്റ്മോസ്ഫിയർ എയറിൽ നല്ല മോയ്സ്ചർ കണ്ടന്റ് ഉണ്ട്. ആ മോയ്സ്ചർ കണ്ടന്റ് അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഓക്സിഡേഷൻ സംഭവിച്ചിട്ട് നമ്മുടെ ഓയിൽ പെട്ടെന്ന് ഡീഗ്രേഡ് ആയി പോകും, ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടി ഒക്കെ പെട്ടെന്ന് പോകും. അപ്പോൾ അത് സംഭവിക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ മോയ്സ്ചർ ക്യാൻ അപ്പിയർ ഇൻ ട്രാൻസ്ഫോമർ ഫ്രം 3 സോഴ്സസ്, ദാറ്റ് ഈസ് വയ ലീക്കേജ്. ഒന്നുകിൽ ലീക്കേജ് ഉണ്ടാവണം, ഗ്യാസ്കറ്റ്, അതായത് നമ്മുടെ ബുഷിങ്സ് കണക്ട് ചെയ്യുന്ന അവിടെ ഗ്യാസ്കറ്റ് ഉണ്ട്, ഗ്യാസ്കറ്റ് വഴി ലീക്കേജ്, അല്ലെങ്കിൽ അബ്സോർപ്ഷൻ ഫ്രം എയർ ഇൻ കോൺടാക്ട് ദ ഓയിൽ സർഫസ് or by its formation within the transformer as product of deterioration of insulation, ages and high temperature. ഒന്നൊരു കാലപ്പഴക്കം കാരണമോ, അതായത് ഇൻസുലേഷൻ കാലപ്പഴക്കം കാരണം ദ്രവിച്ച് അതിനകത്ത് ഗ്യാസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഹൈ ടെമ്പറേച്ചർ ഉണ്ടാവാം, അല്ലെങ്കിൽ ഗ്യാസ്കറ്റിന് ഇടയ്ക്കൂടെ ലീക്കേജ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഓക്കെ, ഇതൊക്കെയാണ് ഇതിനുള്ള റീസൺസ്. എന്തിന് ഈ ഡിറ്റീറിയേഷൻ സംഭവിക്കുന്ന റീസൺസ്. ദ എഫക്റ്റ്, അപ്പോൾ മോയ്സ്ചർ കാരണം ഉണ്ടാവുന്നതിന് നമുക്ക് എലിമിനേറ്റ് ചെയ്യാനാണ് ബ്രീത്തർ യൂസ് ചെയ്യുന്നത്. ദ എഫക്റ്റ് ഓഫ് മോയ്സ്ചർ ഇൻ ഓയിൽ ഈസ് ടു റെഡ്യൂസ് ദ ഡയലക്ട്രിക് സ്ട്രെങ്ത്, എസ്പെഷ്യലി ഇഫ് ലൂസ് ഫൈബേഴ്സ് ഓർ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആർ പ്രസന്റ്. So methods available to reduce oil contamination from moisture. Moisture എന്ന ഓയിൽ കണ്ടാമിനേഷൻ, മോയ്സ്ചർ കാരണം ഉണ്ടാകുന്ന ഓയിൽ കണ്ടാമിനേഷൻ എങ്ങനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാം, അതിനുള്ള മെത്തേഡ്സ് ആണ് ബൈ യൂസ് ഓഫ് സിലിക്ക ജെൽ ബ്രീത്തർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ റബ്ബർ ഡയഫ്രം യൂസ് ചെയ്യാം, സീൽഡ് കൺസർവേറ്റഡ് ടാങ്ക് യൂസ് ചെയ്യാം, ഗ്യാസ് കുഷൻ യൂസ് ചെയ്യാം, ദെൻ തെർമോസൈഫൺ ഫിൽട്ടർ യൂസ് ചെയ്യാം. ഓക്കെ, ദീസ് ആർ ദ മെത്തേഡ്സ്. ഇതിന് ഓയിൽ കണ്ടാമിനേഷൻ, മോയ്സ്ചർ കാരണം ഉണ്ടാകുന്ന ഓയിൽ കണ്ടാമിനേഷൻ എലിമിനേറ്റ് ചെയ്യാനുള്ള മെത്തേഡ്സ് ആണ് ഈ പറയുന്നത്. സോ ഈ സിലിക്ക ജെൽ ബ്രീത്തറിന്റെ കേസ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട സാധനമാണ്, ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സിലിക്ക ജെൽ ബ്രീത്തർ ഈസ് എ പ്രൊട്ടക്റ്റീവ് ഡിവൈസ് ഫിറ്റഡ് വിത്ത് ദ കൺസർവേറ്റർ. അത് ശ്രദ്ധിച്ചോളാം, ഏതിലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, കൺസർവേറ്ററുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, കണക്ട് ചെയ്തിരിക്കുന്നത്. ത്രൂ എ പൈപ്പ് ആൻഡ് അലോസ് ദ മോയ്സ്ചർ ഫ്രീ എയർ ടു ആൻഡ് ഫ്രോ into the conservator when the transformer is get heated and cools down. അപ്പോൾ ട്രാൻസ്ഫോമർ ചൂടാകുമ്പോഴും തണുക്കുമ്പോഴും എയർ അല്ല ഓയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും. ആ സമയത്ത് എയർ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും എയറും മൂവ് ചെയ്യും. അപ്പോൾ ഈ എയർ മൂവ് ചെയ്യുമ്പോൾ അതിൽ എന്ത് ചെയ്യണം, ആ എയറിലുള്ള മോയ്സ്ചർ ട്രാൻസ്ഫോമറിനകത്ത് അഫക്റ്റ് ചെയ്യാൻ പാടില്ല. അതിനുവേണ്ടിയാണ് നമ്മൾ ബ്രീത്തർ യൂസ് ചെയ്യുന്നത്, സിലിക്ക ജെൽ ബ്രീത്തർ. As the load and heat on the transformer reduces, air is drawn into the conservator. അപ്പോൾ കണ്ടോ, എയർ നമ്മൾ കൺസർവേറ്റ് ചെയ്യുന്ന അകത്തേക്ക് എടുക്കുമ്പോഴാണ് ഈ വിഷയം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ത്രൂ എ കാർട്രിഡ്ജ് പാക്ഡ് വിത്ത് ദ സിലിക്ക ജെൽ ക്രിസ്റ്റൽ. അപ്പോൾ സിലിക്ക ജെൽ ക്രിസ്റ്റലാണ് ബ്രീത്തറിലെ മെയിൻ ആയിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത്. സിലിക്ക ജെൽ എഫക്റ്റീവ്ലി ഡ്രൈസ് ദ എയർ ആൻഡ് ദിസ് പ്രിവെന്റ്സ് ദ മോയ്സ്ചർ ഡസ്റ്റ് എൻട്രിങ് ഇൻ ടു ദ ട്രാൻസ്ഫോമർ ഓയിൽ. അപ്പോൾ മോയ്സ്ചറോ ഡസ്റ്റോ ട്രാൻസ്ഫോമർ ഓയിലേക്ക് കടന്നു വരുന്നത് ആര് പ്രിവെന്റ് ചെയ്യും, സിലിക്ക ജെല്ല്. ആക്ച്വലി മോയ്സ്ചർ ആണ് സിലിക്ക ജെല്ല് വർക്ക് ചെയ്യുക. ഡസ്റ്റിന്റെ കേസ് നമുക്ക് അവിടെ ഓയിലുണ്ട് കേട്ടോ, ഒരു ഓയിലുണ്ട്. എനിവേ സിലിക്ക ജെല്ല് നമുക്ക് രണ്ടിനും പറയാം, ഓയിലിനും മോയ്സ്ചറിനും ഡസ്റ്റിനെ എന്ത് ചെയ്യും, പ്രിവെന്റ് ചെയ്യും നമുക്ക് പറയാം. ഇനി അടുത്ത ഇമ്പോർട്ടൻസ് ആണ് ഈ കളറാണ്. ഫ്രഷ് സിലിക്ക ജെൽ ഈസ് അവൈലബിൾ ഇൻ ബ്ലൂ ഇൻ കളർ. ഓക്കെ, ബ്ലൂ കളറാണ്. ഫ്രഷ് സിലിക്ക ജെൽ ഈസ് അവൈലബിൾ ഇൻ ബ്ലൂ കളർ. The color of the silica gel changes to pure white or light pink. അപ്പോൾ ലൈറ്റ് പിങ്കോ പ്യൂർ വൈറ്റോ ആയാൽ അതിൻ്റെ അർത്ഥം എന്താണ്, അത് മാക്സിമം മോയ്സ്ചർ കണ്ടന്റ് അബ്സോർവ് ചെയ്തിട്ടുണ്ട്. കളർ ആസ് ഇറ്റ് അബ്സോർബ് മോയ്സ്ചർ ഫ്രം ദ എയർ. എയർ എന്ത് ചെയ്തു, മോയ്സ്ചറിനെ അബ്സോർബ് ചെയ്തു. ടു റീകണ്ടീഷൻ സിലിക്ക ജെൽ, അതായത് ഇതിനെ വീണ്ടും പഴയതിലേക്ക് കൊണ്ടുവരാൻ എന്ത് ചെയ്താൽ ഇതിന് ചൂടാക്കിയാൽ മതി കേട്ടോ, ഇതിനെ ചൂടാക്കിയാൽ മതി. സിലിക്ക ജെല്ലിനെ ചൂടാക്കിയത് വീണ്ടും പഴയ കളറിലേക്ക് വരും. ഓക്കെ, ദ റീകണ്ടീഷൻ silica gel, either it can be dried in sun or it be dry roasted on a frying pan kept over a stove.
ചൂടാക്കുക, അത്രയേ ഉള്ളൂ. ചൂടാക്കിയാൽ ഇത് വീണ്ടും തിരിച്ച് പഴയ കളറിലേക്ക്, പഴയ പെർഫോമൻസിലേക്ക് വരും കേട്ടോ. സോ ഇതാണ് അതിൻ്റെ ഒരു അറേഞ്ച്മെൻ്റ് ആണ് ബ്രീത്തറിൻ്റെ കേട്ടോ. ബ്രീത്തറിൻ്റെ അറേഞ്ച്മെൻറ്റ് ഇത് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, ഞാൻ ജസ്റ്റ് ഇവിടെ കാണിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. സോ ഇവിടെ കുറച്ച് ഓയിലുണ്ട്, നമുക്കിവിടെ ഓയിൽ, അതുപോലെ തന്നെ സിലിക്ക ജെൽ നമ്മളിവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട്, സിലിക്ക ജെൽ. അപ്പോൾ ഇത് അബ്സോർബ് ചെയ്യാൻ ചെയ്യും, ഇത് എന്താ പറയുക, എയറിനെ അകത്തേക്ക് എടുത്ത് നമുക്ക് സിലിക്ക ജെൽ വഴിയാണ് എന്ത് ചെയ്യുന്നത്, അകത്തേക്ക് വരുന്നത്. അപ്പോൾ സിലിക്ക ജെൽ വഴി എടുക്കുന്നതുകൊണ്ട് ഇതിവിടെ ക്യാപ്പ് ഇവിടെ ഒന്ന് ക്ലോസ് ചെയ്യും കേട്ടോ. ഇവിടെ ഒന്ന് ക്ലോസ് ചെയ്യുന്ന ക്യാപ്പാണ് ഈ സാധനം. ഇത് സിലിക്ക ജെല്ല്, ഇതിന് നിങ്ങൾ കൂടുതൽ വറീഡ് ആവേണ്ട ഇതിനെക്കുറിച്ച്, നമുക്ക് മറ്റേ മാത്രം നോക്കിയാൽ മതി. സോ ഇതിൻ്റെ ഒരു അറേഞ്ച്മെൻ്റ് ആണ് കാണുന്നത്. ഓക്കെ, ദ ഓയിൽ സീൽ at the bottom of the breather absorbs the dust particle. ഞാൻ പറഞ്ഞില്ലേ, ഡസ്റ്റ് പാർട്ടിക്കിൾ അബ്സോർബ് ചെയ്യുന്ന ആരാ? ഓയിൽ സീലാണ് ഡസ്റ്റ് പാർട്ടിക്കിളിനെ അബ്സോർബ് ചെയ്യുന്നത്. Then second very important thing, Buchholz law. Buchholz law എന്നോ Buchholz law എന്നോ ഒക്കെ പറയും. അപ്പോൾ Buchholz law എന്താണ്? It's a very important thing. Buchholz law is a gas operated relay or gas actuated relay എന്നൊക്കെ പറയും കേട്ടോ. ഗ്യാസ് ഓപ്പറേറ്റഡ് ഓർ ഗ്യാസ് ആക്ച്വേറ്റഡ്, കൺഫ്യൂഷൻ വരരുത്. കാരണം ട്രാൻസ്ഫോമർ ഈസ് ഓയിൽ ഇമ്മേഴ്സ്ഡ് ഡിവൈസ് ആണ്. ട്രാൻസ്ഫോമർ ഓയിൽ ഇമ്മേഴ്സ്ഡ് ആണ്, പക്ഷേ ബുക്കോൾസ് ലേ ഗ്യാസ് ഓപ്പറേറ്റഡ് ലേ ആണ്. കാരണം അതിനകത്ത് അക്യുമുലേറ്റ് ചെയ്യുന്ന ഗ്യാസിനെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, അത് വർക്ക് ചെയ്യുന്നത്. സോ പ്രൊട്ടക്റ്റഡ് ഡിവൈസ് വിച്ച് ഈസ് കണക്റ്റഡ് ബിറ്റ്വീൻ ദ ട്രാൻസ്ഫോമർ ഓയിൽ ടാങ്ക് ആൻഡ് കൺസർവേറ്റർ ടാങ്ക്. ബുഷോൾസിൽ എവിടെയാണ് കണക്ട് ചെയ്യുന്നത്? ട്രാൻസ്ഫോമറിന്റെ മെയിൻ ടാങ്കിനും ഓയിൽ ടാങ്ക് കൺസർവേറ്റർ ടാങ്കിനും ഇടയ്ക്ക്. അതായത് കൺസർവേറ്റർ ടാങ്കിൽ നിന്ന് ട്രാൻസ്ഫോമറിന്റെ മെയിൻ ടാങ്കിലേക്ക് വരുന്ന കണക്ഷൻ ഉണ്ട്, പൈപ്പിന്റെ കണക്ഷൻ ഉണ്ട്. ആ പൈപ്പിലാണ് എന്ത് ചെയ്യുന്നത്, ബൊക്കോട്സിലെ കണക്ട് ചെയ്തിട്ടുണ്ടാവുക. If a fault is present inside the transformer, it may be indicated by the presence of bubbles or gas in the transformer oil. The presence of gas could be viewed from ഗ്ലാസ് വിൻഡോ ബൈ ദി ബുക്കോൾസ് ലേ. അപ്പോൾ ബുക്കോൾസ് ലേയിൽ എപ്പോഴും ഓയിൽ ഫില്ലായിരിക്കണം, അതാണ് അതിൻ്റെ കണ്ടീഷൻ. ബുക്കോൾസ് ലേയിൽ എപ്പോഴും ഓയിൽ ഫില്ലായിരിക്കണം. ഇത് കണ്ടോ, ഇതാണ് ട്രാൻസ്ഫോമർ ടാങ്കിലേക്കുള്ള ഇതാണ്. ഇവിടെ നമ്മൾ ട്രാൻസ്ഫോമർ ടാങ്കിലേക്ക് കണക്ട് ചെയ്യും. ഓക്കെ, ഇത് കൺസർവേറ്ററിലേക്ക് കണക്ട് ചെയ്യും. അപ്പോൾ ഈ എയർ ഇവിടെ ട്രാൻസ്ഫോമർ ടാങ്കിൽ, മെയിൻ ടാങ്കിൽ എയർ ഉണ്ടായി ഗ്യാസ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അത് ഇങ്ങോട്ടേക്ക് വന്നിട്ട്, ഗ്യാസിന്റെ ഒരു പ്രത്യേകത, ഗ്യാസ് എപ്പോഴും ടോപ്പിലാണ് എന്ത് ചെയ്യുക, അക്യുമുലേറ്റ് ചെയ്യുക. അത് താഴോട്ടല്ല, കൂടുതൽ മുകളിലേക്കാണ് മൂവ് ചെയ്യുക. അപ്പോൾ ഗ്യാസ് ഇവിടെ വന്ന് മുകളിലെ അക്യുമുലേറ്റ് ചെയ്യും. ഗ്യാസ് മുകളിലൊക്കെ, അതാണ് ഈ കാണിച്ചത് ഗ്യാസ് ഇതിന്റെ ടോപ്പിൽ എന്ത് ചെയ്യും, അക്യുമുലേറ്റ് ചെയ്യും. അപ്പോൾ ഈ ടോപ്പിൽ ഗ്യാസ് അക്യുമുലേറ്റ് ചെയ്ത് സ്വാഭാവികമായിട്ട് ഇതിൽ ഓയിൽ ലെവൽ കുറയും. ബുക്കോട്സിലേക്കകത്തുള്ള ഓയിൽ ലെവൽ കുറയും. കൺസർവേറ്ററിൽ ഓയിൽ ഉണ്ടാവും, ട്രാൻസ്ഫോമറിൽ ഓയിൽ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ ലീക്കേജ് ഉണ്ടാവില്ല, ഫോൾട്ട് വന്നാലും നമ്മൾ അറിയൂല. പക്ഷെ അത് ക്യാച്ച് ചെയ്യാനാണ് ബുക്കോൾസ് ലേ ചെയ്യുന്നത്. ബുക്കോൾസ് ലേ ഇടയ്ക്ക് ഗ്യാസ് അക്യുമുലേറ്റ് ചെയ്യുന്നത് ഒരു അളവ് കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇതങ്ങ് അലാം തരും. ആദ്യം നമുക്ക് അലാം തരും, പിന്നെ അത് ട്രിപ്പാക്കും. അതുകൊണ്ട് ഹെവി ഫോൾട്ട് ഉണ്ടായാൽ എന്ത് ചെയ്യും, ഓയിൽ വളരെ സ്പീഡായിട്ട് എന്ത് ചെയ്യും, മൂവ് ചെയ്യും. എവിടെ നിന്ന്, മെയിൻ ടാങ്കിൽ നിന്ന് കൺസർവേറ്ററിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യും, ഓയിൽ മൂവ് ചെയ്യും. ആ സമയത്ത് ആ ഓയിലിന്റെ ഫ്ലോ റേറ്റ് വെച്ചിട്ട് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ട്രിപ്പ് സർക്യൂട്ട് ഇവിടെ ഉണ്ട്. ഓക്കെ, മെർക്കുറി കോണ്ടാക്ട് ഉണ്ട്. മെർക്കുറി കോണ്ടാക്ട് ആണ് ആക്ട് ചെയ്യുന്നത്. മെർക്കുറി കോണ്ടാക്ട് ആക്ട് ചെയ്യുന്നത് ഡയറക്റ്റ് ട്രിപ്പാണ്. ഓക്കെ, ഇത് അലാമിൻ്റെതാണ്. ഇത് അലാമിന്റെ, ഇത് ഡയറക്റ്റ് ട്രിപ്പിന്റെ. ഓക്കെ, ഇതാണ് ബുക്കോൾസ് ലേയുടെ അറേഞ്ച്മെന്റ് വരുന്നത്. എന്താ പറഞ്ഞത്, പ്രസൻസ് ഓഫ് ഗ്യാസ് കുഡ് ബി വ്യൂഡ് ഫ്രം ദി ഗ്ലാസ് ഇൻ വിൻഡോ ഓഫ് ബുക്കോൾസ് ലേ നോക്കി നമുക്ക് ഗ്യാസ് ഫോം ചെയ്യുന്ന അറിയാൻ പറ്റും. കാരണം അവിടെ സ്പേസ് കാണും. നമുക്ക് ഗ്യാസ് ഇല്ലെങ്കിൽ അത് ഫുൾ ഓയിൽ ഫിൽഡ് ആയിരിക്കും. The relay comprises of a cast iron chamber which has two floats. The top float assembly operates during initial stages of gas or air bubbles formation due to minor fault in the transformer. Okay. When sufficient gas bubbles is formed around the top float, the float operates in pneumatic pressure principle to close the electric circuit through mercury switch, which causes siren or alarm bell to operate the caution to the operator. അപ്പോൾ അലാം അടിക്കും. ബുക്കോൾസ് ലേ വേണ്ടിട്ട് എന്ത് ചെയ്യും, അലാം അടിക്കും.
ഓക്കെ. അപ്പോൾ കൺസർവേറ്റഡ് ടാങ്ക് എം ടി ആയി. ഇപ്പോൾ രണ്ട് കേസാണ്. ഒന്നൊരു ലീക്കേജ് കാണും, കൺസർവേറ്റഡ് ടാങ്ക് എം ടി ആയി നമ്മുടെ ബൊക്കോഴ്സിലെ എം ടി ആകുമ്പോൾ അലാം വരും. കാരണം ലീക്കേജ് ഉണ്ടെന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് അറിയാം. നമ്മൾ പെട്ടെന്ന് കാണാൻ പറ്റാത്ത ഒരു ലീക്കേജ് ആണെന്ന് വെച്ചോളൂ. അപ്പോൾ ബൊക്കോഴ്സിൽ കൺസർവേറ്റഡ് ടാങ്കിന് എം ടി ആയി നമ്മൾ അറിയില്ല. ഇൻസ്പെക്ഷൻ നമ്മൾ പെട്ടെന്ന് ചെറിയ ലീക്കേജ് ഉണ്ടായി, നമ്മൾ ഇൻസ്പെക്ട് ചെയ്തിട്ട് ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഇത് ഇങ്ങനെ കുറഞ്ഞ് കൺസർവേറ്റ് അലാം വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ. ബൊക്കോഴ്സിലയിൽ ഓയിൽ ലെവൽ കുറയുമ്പോൾ അതൊന്നേ ഫോൾട്ട് കാരണം, ഗ്യാസ് അക്യുമുലേഷൻ കാരണമാവാം, അല്ലെങ്കിൽ ലീക്കേജ് കാരണം എന്ത് ചെയ്യാം, ഈ അലാം വരാം കേട്ടോ. ഇനി രണ്ടാമത്, ഇത് ആദ്യത്തെ അലാം വന്ന് നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ അത് ഡയറക്റ്റ് ട്രിപ്പിലേക്കാണ് പോവുക. ഓക്കെ, ഡയറക്റ്റ് അത് ട്രിപ്പിലേക്ക് പോകും. റൈറ്റ്. ഓക്കെ, ഇതാണ് അതിന്റെ ഫിഗർ. നെക്സ്റ്റ് വൺ. ഓക്കെ, ഓൺ ഹിയറിംഗ് ദ അലാം സൗണ്ട് ദ ഓപ്പറേറ്റർ ടേക്സ് നെസസറി പ്രിവെന്റീവ് സ്റ്റെപ്സ് ടു സേഫ് ഗാർഡ് ദി ട്രാൻസ്ഫോമർ. പ്രിവെന്റീവ് സ്റ്റെപ്സ് എടുക്കണം. ഓക്കെ, ഒന്നുകിൽ ലോഡ് മറ്റൊന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഇതിനെ എന്ത് ചെയ്യാം, ഐസൊലേറ്റ് ചെയ്യാം. അതിനുള്ള സമയം കിട്ടും നമുക്ക്. ഓക്കെ, അത് ചെയ്യാം. If any major fault like earth fault etc. occurs in the transformer, then the production of gas bubbles are more severe and hence the bottom float activates the mercury switch, close the relay contact so that tripping. Okay, closing the bottom relay contact trips the transformer circuit breaker and open the transformer from main lines to protect the transformer from further damage. So ടോപ്പ് ഫ്ലോട്ട് എന്ത് ചെയ്യും, ടോപ്പ് ഫ്ലോട്ട് അലാമിന് വേണ്ടിയുള്ളതാണ്, ബോട്ടം ഫ്ലോട്ട് ട്രിപ്പിന് വേണ്ടിയുള്ളതാണ്. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ബൊക്കോഴ്സ് റിലേ ഇസ് എ ഗ്യാസ് ഓപ്പറേറ്റഡ് ഓർ ഗ്യാസ് ആക്ച്വേറ്റഡ് റിലേ. അതൊരു പോയിന്റ്. when it is connected in between conservator tank and main tank. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് വൺ, എക്സ്പ്ലോഷൻ വെന്റ്. നമ്മൾ പറഞ്ഞു എക്സ്പ്ലോഷൻ വെന്റ് കേസ് മോളിൽ കണക്ട് ചെയ്തിട്ടുള്ളത് ഏതിൻ്റെ, കൺസർവേറ്ററിൻ്റെ. ഇറ്റ് ഈസ് എ പ്രഷർ റിലീസ് ഡിവൈസ് ഫിറ്റഡ് ഓൺ ടു ദ ട്രാൻസ്ഫോമർ. ദ മൗത്ത് ഓഫ് ദി എക്സ്പ്ലോഷൻ പൈപ്പ് ഈസ് tightly closed using either a thin glass or laminated sheet. If by any chance the transformer is overheated either due to short circuit or sustained overload, the gases produced inside the transformer tank create tremendous pressure which may damage tank. Okay, അപ്പോൾ കൂടുതൽ ഗ്യാസ് ഉണ്ടായി കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യാം, ട്രാൻസ്ഫോമർ ടാങ്കിന്റെ എക്സ്പ്ലോഷന് കാരണമാവാം. അത് അവോയ്ഡ് ചെയ്യാനാണ് എന്ത് ചെയ്യുന്നത്, ഈ എക്സ്പ്ലോഷൻ വെന്റ് കൊടുത്തിരിക്കുന്നത്. പ്രഷർ ഇവിടെ കൂടി റിലീസ് ആയി കഴിഞ്ഞാൽ ട്രാൻസ്ഫോമർ ടാങ്ക് സേഫ് അല്ലേ, അതിനാണ് അത് യൂസ് ചെയ്തിരിക്കുന്നത്. On the other hand, the pressure built inside the transformer may break the glass's laminated diaphragm of the explosion pipe and thereby the tank can be saved from total damage. Okay, അപ്പോൾ ഇതാണ് എന്ത് പ്രൊട്ടക്റ്റീവ് ഡിവൈസസ്. മെയിനായിട്ട് 3 പ്രൊട്ടക്റ്റീവ് ഡിവൈസസ് ആണുള്ളത്. ദെൻ പിന്നെ വരുന്നത് നമുക്ക് അതിൻ്റെ അകത്ത് പ്രൊട്ടക്റ്റീവ് ഡിവൈസ് എന്ന് പറയാൻ പറ്റില്ല, ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഓയിൽ ടെമ്പറേച്ചർ ഗേജ് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഓക്കെ, സോ ഇത് ഇനി നമുക്ക് മെയിനായിട്ട് ഇതിൽ ലോസസിന്റെ കേസ് ഒന്ന് നോക്കണം. ലോസസ് വരുന്നത് ജസ്റ്റ് ലോസസ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞാൽ മതി, സ്പെസിഫൈ ചെയ്തിട്ടില്ല. സോ ദാറ്റ് ലോസസിന്റെ കേസിൽ നമുക്ക് ഇവിടെ മെയിനായിട്ട് വരുന്നത് കോൺസ്റ്റന്റ് ലോസ്, പിന്നെ വേരിയബിൾ ലോസ്. കോൺസ്റ്റന്റ് ലോസിന് നമ്മൾ എന്ത് പറയും, അയൺ ലോസ് എന്ന് പറയും. അയൺ ലോസ് അല്ലെങ്കിൽ കോർ ലോസ് എന്ന് പറയും. കോൺസ്റ്റന്റ് ലോസ് ഓർ അയൺ ലോസ് ഓർ കോർ ലോസ്. വേരിയബിൾ ലോസിന് എന്ത് പറയും, വേരിയബിൾ ലോസ് കോപ്പർ ലോസ് എന്ന് പറയും, ഓർ I2R ലോസ്. അതായത് വേരിയബിൾ ലോസ് ഇൻക്രീസസ് വിത്ത് ദ ലോഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, വേരിയബിൾ ലോസ് ഇൻക്രീസ് ചെയ്യും. സോ ഈ കോൺസ്റ്റന്റ് ലോസിന് നമുക്ക് വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ്, എഡ്ഡി കറന്റ് ലോസും ഹിസ്റ്റെറിസിസ് ലോസ്. എഡ്ഡി കറന്റ് ലോസ് ആൻഡ് ഹിസ്റ്റെറിസിസ് ലോസ്. ഓക്കെ, അപ്പൊ ലോസസ് മെയിൻ ആയിട്ട് ഏതൊക്കെയാണ് വരുന്നത്, കോൺസ്റ്റന്റ് ലോസും വേരിയബിൾ ലോസും ആണ്. കോൺസ്റ്റന്റ് ലോസ് അല്ലെങ്കിൽ കോർ ലോസ് അല്ലെങ്കിൽ അയൺ ലോസ് എന്നാണ് പറയുക. ഇത് ഏത് പേര് വന്നാലും സെയിം ആണ് സാധനം. കോൺസ്റ്റന്റ് ലോസ് ഓർ അയൺ ലോസ് ഓർ കോർ ലോസ്.
ഇവിടെ വേരിയബിൾ ലോസ് അല്ലെങ്കിൽ കോപ്പർ ലോസ് അല്ലെങ്കിൽ I²R ലോസ്. ഓക്കെ, ഈ കോൺസ്റ്റന്റ് ലോസിനെ സെപ്പറേറ്റ് ഉണ്ട് എന്തൊക്കെയായിട്ട്? എഡ്ഡി കറന്റ് ലോസ് ആയിട്ടും ഹിസ്റ്ററിസിസ് ലോസ് ആയിട്ടും. ഇത് രണ്ട് ഓവർകം ചെയ്യാനുള്ള മെത്തേഡ്സ് കൂടെ നോക്കുക. എഡ്ഡി കറന്റ് ലോസ് ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ എന്തായിട്ട് യൂസ് ചെയ്യും? ലാമിനേഷൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ലാമിനേറ്റഡ് കോർ ലാമിനേഷൻ, ലാമിനേറ്റഡ് കോർ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? എഡ്ഡി കറന്റ് ലോസ് എലിമിനേറ്റ് ചെയ്യണം. ഹിസ്റ്ററിസിസ് ലോസ് എലിമിനേറ്റ് ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സിലിക്കൺ സ്റ്റീൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സിലിക്കൺ സ്റ്റീൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഹിസ്റ്ററിസിസ് ലോസ് നമുക്ക് കുറയ്ക്കാം. ഓക്കെ, ഹിസ്റ്ററിസിസ് ലോസ് പ്യൂർലി ഡിപ്പെൻഡ്സ് ഓൺ ദി മെറ്റീരിയൽ. ഓക്കെ, ഡിപ്പെൻഡ്സ് ഓൺ മെറ്റീരിയൽ, കോർ മെറ്റീരിയൽ നിന്നാണോ അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഹിസ്റ്ററിസിസ് ലോസ് വരുന്നത് കേട്ടോ. അപ്പോൾ ആ ഹിസ്റ്ററിസിസ് ലോസ് ഉള്ള കോർ യൂസ് ചെയ്യുക. അതാണ് സിലിക്കൺ സ്റ്റീൽ യൂസ് ചെയ്യുന്നത്. സിലിക്കൺ സ്റ്റീൽ ലാമിനേറ്റഡ് കോർ ആയിട്ട് യൂസ് ചെയ്ത് തിൻ ഷീറ്റ്സ് ആയിട്ട് മാറ്റി ലാമിനേറ്റഡ് കോർ ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്നതിനാണ് എഡ്ഡി കറന്റ് ലോസ് കുറയ്ക്കാൻ. സോ ദാറ്റ് കോൺസ്റ്റന്റ് ലോസ് ക്യാൻ ബി റിഡ്യൂസ്ഡ് യൂസിങ് സിലിക്കൺ സ്റ്റീൽ ആൻഡ് ലാമിനേറ്റഡ് കോർ. അതാണ് നമ്മൾ സിംപ്ലി പറയുന്നത് കോർ ഈസ് ലാമിനേറ്റഡ് സിലിക്കൺ സ്റ്റീൽ എന്ന് നമ്മൾ പറയാൻ കാരണം ഇതാണ്. കോൺസ്റ്റന്റ് ലോസ് കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ അത് അങ്ങനെ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ലോസസ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. കോൺസ്റ്റന്റ് ലോസ്, വേരിയബിൾ ലോസ്, അയൺ ലോസ് എന്ന് പറയും കോൺസ്റ്റന്റ് ലോസിനെ, അല്ലെങ്കിൽ കോർ ലോസ് എന്ന് പറയും. കാരണം കോറിൽ ഉണ്ടാകുന്ന ലോസാണ്, അല്ലെങ്കിൽ അയണിൽ ഉണ്ടാകുന്ന ലോസാണ്. കോർ അയൺ, ഓക്കെ, അതിനുണ്ടാകുന്ന ലോസാണ്. കോപ്പർ ലോസ് വൈൻഡിങ്ങിൽ ഉണ്ടാകുന്ന ലോസാണ് കേട്ടോ. വൈൻഡിങ് ലോസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. സോ ഇതിൻ്റെ ഈ ക്ലാസിഫിക്കേഷൻ നമുക്ക് ഇമ്പോർട്ടൻറ്റ്. എഡ്ഡി കറന്റ്, ഹിസ്റ്ററിസിസ് ലോസ്, കോൺസ്റ്റന്റ് ലോസ് ആണ് നമ്മൾ ക്വസ്റ്റ്യൻസ് കൂടുതൽ ചോദിച്ച് കണ്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ട്രാൻസ്ഫോമറിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലായിട്ട് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം.